നമ്മൾ കാരറ്റിലെത്തിയല്ലേ? കാരറ്റ് ഇവിടെ ഒരു കാർത്തിക റെസിഡൻസ്. നമുക്ക് എവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. എന്താ അറിയോ? അല്ലെങ്കിൽ നമ്മൾ കോട്ടയത്ത് എത്തുമ്പോഴേ MC റോഡിൽ നിന്ന് കോട്ടയത്ത് എത്തുന്ന വിശക്കും. അത് 2 മണി കഴിഞ്ഞില്ല, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. എൻട്രൻസ് ഇവിടെ തന്നെ, നമുക്കൊന്ന് കഴിച്ചിട്ടോ. ഇതെന്താണ്? ഓണം സദ്യ, സമുദ്ര സദ്യ, ഓണം ഫെസ്റ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഞങ്ങൾ ഉച്ചയ്ക്ക് സമയം 2-3 മണിയായി. ഏതായാലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? ഞങ്ങൾ യാത്രയിലാണ്, കോട്ടയം വരെ ഒന്ന് പോകണമായിരുന്നു. എന്തോ കഴിക്കാനുള്ളത്? ഈ മീൽസ് ഉണ്ട്. ആണോ? മീൽസ് ഇപ്പോഴുണ്ടോ? കുഴപ്പമില്ല. എന്തോ താലി മീൽസ് ആണോ? ഓക്കെ. പിന്നെ ചപ്പാത്തിയും ഓക്കെ ഓക്കെ. നിങ്ങൾ ഈ ഓണത്തിനും പിന്നെന്താണ് ഒരു സമുദ്ര സദ്യ എന്ന് പറയുന്നത് ഫിഷിൻ്റെ കറക്റ്റ്, അതിനെക്കുറിച്ചൊന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഒന്ന് വിളിക്കാമോ? ഷെഫിൻ്റെ പേരെന്താ? ഓക്കെ. ഈ ഞങ്ങൾ MC റോഡ് വഴി കോട്ടയം പിടിക്കുകയായിരുന്നേ. ഉച്ചയ്ക്ക് 2-3 മണിയായി. എന്നാലും വെയിറ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് സമുദ്ര സദ്യ എന്താണെന്ന് അറിയാം. എന്താണ് സമുദ്ര സദ്യ? സമുദ്ര സദ്യ എന്ന് പറഞ്ഞൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നത് 26 നോൺ വെജ് ഐറ്റംസ് ആണ്. എല്ലാം സീ ഫുഡ് മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ പായസവും ചോറ് വെച്ച് ബാക്കി ഫുൾ സീ ഫുഡ് ഐറ്റംസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സദ്യയാണ്. തന്നെ നമ്മൾ ഐറ്റം മാത്രം നമ്മൾ ബൗളിൽ കൊടുക്കുന്നു. ബാക്കി എല്ലാ ഐറ്റംസ് നമ്മൾ ഇലയിൽ തന്നെ. 3 പിക്കിൾ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ബാക്കിയെല്ലാം ഫിഷ് വറ്റിച്ചത്, ഫിഷ് അവിയൽ, ഫിഷ് സാമ്പാർ, പ്രോൺസ് പപ്പട്, പ്രോൺസ് പിയൽ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. അത് ശരി. അപ്പൊ 26 ഐറ്റംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 10 ദിവസം നമ്മൾ ഈ കൂടുതൽ വെജിറ്റേറിയൻ മീലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊരു അല്ലെ വ്യത്യാസം. നോർത്ത് കേരളയിലൊക്കെ നമ്മൾ ഈ ഓണത്തിന് നോൺ വെജ് കഴിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പതിവ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊരു പുതിയൊരു അതെ നോൺ വെജ് കഴിക്കാനുള്ള കാരണം അതിൽ നിങ്ങളൊരു സമുദ്ര ഫുഡായിട്ട് സദ്യയായിട്ട് നിങ്ങൾ ചെയ്യാം. ഇതിനിടയ്ക്ക് എന്തോ സാമ്പാറിന്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു ട്രയൽ ചെയ്ത് നോക്കുന്നു. പ്രോൺസ് പപ്പടം, സാമ്പാർ, പിന്നെ അതുപോലെ കണവ, കല്ലുമക്കായ റോസ്റ്റ്. സാറിന് തോന്നുന്നു നല്ല ദിവസമാണ്. നമുക്ക് വേണമെങ്കിൽ സാറിനെ ഒന്ന് നമുക്ക് ട്രയൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെന്താ? എനിക്ക് അപ്പൊ ഞാൻ പക്ഷേ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പൊ അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? എന്നാ പിന്നെ നമുക്ക് അതിന് ചെയ്യാം. അപ്പോൾ പറഞ്ഞല്ലേ നമ്മളെന്താ ചെയ്യുന്നത്? അതെ, നമ്മൾ കല്ലുമ്മക്കായ റോസ്റ്റ്. പക്ഷെ നിങ്ങൾ അന്ന് പറഞ്ഞ മറ്റേ 31-ാം തീയതി കല്ലുമ്മക്കായ റോസ്റ്റ് ചോറുണ്ണാൻ തന്നെയാണ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പൊറോട്ട മേടിച്ചു കഴിഞ്ഞാൽ പൊറോട്ട ഇതുമായിട്ട് നല്ലതായിട്ട് പോകുന്നില്ലേ? ഫ്രൈ അപ്പോൾ പൊറോട്ട ഉണ്ട്, ബീഫ് പൊറോട്ടയും മറ്റേ പൊറോട്ടയാണ്, നാടൻ പൊറോട്ട. അപ്പോൾ നമുക്ക് തുടങ്ങിക്കേ. അപ്പോൾ ആദ്യമായിട്ട് നല്ല കോക്കനട്ട് ഓയിലാണോ? കോക്കനട്ട് ഓയിൽ, ഫ്രഷ് കോക്കനട്ട് ഓയിലാണ്. വെള്ളം ഒന്ന് പറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാണ് പുള്ളി. ഓക്കെ. അപ്പോൾ കല്ലുമ്മക്കായ റോസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങാറ്. അപ്പം നല്ലതായിട്ട് ഉണ്ടാക്കി തരണം. ഉറപ്പായിട്ടും. ഓക്കെ. ഇത് നമ്മൾ പിക്കിളും പിക്കിളും ഉണ്ട്. കല്ലുമ്മക്കായ റോസ്റ്റ് ഇത് തന്നെ പിക്കിളും ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നാൽ 26 സാധനത്തിൽ പിക്കിളും അപ്പോൾ പിക്കിൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം ഇത് ട്രയൽസാ നടക്കാം. ഓക്കെ. നമ്മളെല്ലാം ട്രയൽ ചെയ്തിട്ടേ ചെയ്യും. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് കോക്കനട്ട് ഓയിൽ അങ്ങ് ഇടുകയാണ്. ഓക്കെ, നല്ല കാര്യം. നല്ല നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഒറിജിനൽ ഇത് നമ്മൾ കടയിൽ നിന്ന് മില്ലിന്ന് വാങ്ങണം. ആട്ടിയ കോക്കനട്ട് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യണം. വെരി നൈസ്. ഓക്കെ, വെരി ഗുഡ്. ആയിക്കോട്ടെ. എണ്ണ ചൂടായിട്ട് അതിലേക്ക് മാറി നിൽക്കട്ടെ, ഇച്ചിരി തെറിക്കല്ലേ? ഇട്ടു. നിങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളെപ്പോലെ തെറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നമാണ്. ഇത് ബ്രൗൺ, ഒരുപാട് ബ്രൗൺ ആക്കണോ? കുറച്ച് ബ്രൗൺ ആക്കണം. ഞാനും കൂടെ ചുമ്മാ എന്തായാലും. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പറയും ചിലർ പറയും ഇച്ചിരി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം മൊത്തം ഊസിങ് ഔട്ടായി പുറത്തേക്ക് വരും. ഒറിജിനൽ ഒരു ഫ്ലേവർ. എല്ലാവരും കേട്ടോ, നമ്മൾ ഈ പലരും പറയും ഉപ്പിട്ട് കഴിഞ്ഞാൽ ഫ്ലേവർ ആവും. ഓക്കെ.
ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പം വഴറ്റി എല്ലാം അങ്ങോട്ട് വഴറ്റി നമുക്കൊന്ന് ഇച്ചിരി മസാല ഇടാം അല്ലേ? അപ്പം മഞ്ഞൾപ്പൊടി ഇല്ലാതെ എന്ത് റോസ്റ്റ് അല്ലേ? മഞ്ഞൾപ്പൊടി പിന്നെന്താ? കുറച്ച് മല്ലിപ്പൊടി. ഈ കുറച്ചെന്ന് പറയുന്ന ഒരു സ്പൂൺ ഉണ്ടോ? ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ ഇളക്കാം അല്ലേ? എന്നതാ? ഗരം മസാല നമ്മളതിനെ പൊടിച്ചെടുക്കണം. ആണോ? മേടിക്കുന്നതല്ല. അല്ല, പെരുംജീരകം. കുറച്ച് കുരുമുളക് പൊടി. ഇച്ചിരി എണ്ണ ഇച്ചിരി കൊണ്ട് ഒഴിക്കണം. എണ്ണ വരും അല്ലേ? ഓക്കെ. ഈ പ്രിപ്പറേഷൻ ഡ്രൈ ഐറ്റമാണ്, ഗ്രേവി ഐറ്റം? മസാലയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച് കുറച്ച് മഞ്ഞൾ മാത്രമായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞപ്പോൾ ആയി അല്ലേ? ആ ശരി, ആഡ് ചെയ്യും. ഓക്കെ. ഓൾറെഡി കല്ലുമ്മക്കായ ഇച്ചിരി മഞ്ഞൾ നമ്മൾ കുക്ക് ചെയ്ത് ഉപ്പ് ഇട്ടുണ്ടോ അല്ലേ? കുറച്ച് ഉപ്പിട്ട് കുക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പൊറോട്ട ആയിട്ട് നമുക്കത് കഴിക്കാം. ഓക്കെ. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് മറക്കണ്ട, അച്ചായൻ കുക്കിംഗ് ചാറ്റ്സ്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനിയുള്ള എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ഞങ്ങൾക്ക് പ്രചോദനമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുക. ബൈ ബൈ.